എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025 പ്രവേശന പരീക്ഷയുടെ സ്കോർ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അതായത് സ്കോർ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതും ആണ്. നോർമലൈസ്ഡ് സ്കോർ 10 ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കാരും അതായത് 10 മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് അറിയുന്നതിനായിട്ട് കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ആക്സസ് കോഡ് എന്നിവ നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ അറിയാൻ സാധിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് അതിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ 50-50% അതായത് 50-50 അനുപാതത്തിലാണ് നിങ്ങളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക. 50-50% അനുപാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഈ ഒരു കീമിൽ ലഭിച്ചിട്ടുള്ള അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയാണ് ഈ ഒരു കീമിൻ്റെ ഈ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള പരീക്ഷ. അപ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ പരീക്ഷയിൽ നിങ്ങളുടെ ഈ ഒരു കീമിൽ ലഭിച്ച മാർക്കും അതുപോലെ നിങ്ങളുടെ +2 അതായത് സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരിക്കും. അപ്പോൾ ആ ഒരു റിസൾട്ട് വന്ന ശേഷം അതിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ സ്കോർ നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു +2വിൻ്റെ മാർക്ക് കൂടി പരിഗണിച്ചുകൊണ്ട് ഈ ഒരു കീമിൻ്റെ ആ ഒരു മാർക്ക് 50% അതുപോലെ തന്നെ ഈ ഒരു +2വിൻ്റെ മാർക്ക് 50% അനുപാതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതായത് പ്രത്യേക ഫോർമുല ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു 50-50 അനുപാതത്തിൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര കിട്ടി അതനുസരിച്ചുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ നിലവിൽ ഇപ്പോൾ പരിശോധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഈ ഒരു അതായത് ഈ ഒരു സ്കോറുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് individual score of representative section depending on the number of the question deleted as per finalized answer key. The correction factor for each session is as follows എന്ന് പറഞ്ഞുകൊണ്ട് അതായത് കറക്ഷൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഡിലീഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെ ദിവസങ്ങളിലേതാണ് ആ ഒരു ഡിലീഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, ഫാർമസിയുടേത് ഏത് ദിവസത്തേതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏത് ദിവസത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ കറക്ഷൻ ഫാക്ടേഴ്സ് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദ സ്കോർ ഒബ്റ്റൈൻഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ആഫ്റ്റർ അപ്ലൈയിങ് ദ കറക്ഷൻ ഫാക്ടർ ഫോർ ദ റെപ്രസെൻറ്റേറ്റീവ് സബ്ജക്റ്റ് ആർ ആഡഡ് ടുഗദർ ആൻഡ് സബ്ജക്റ്റഡ് ടു ദ നോർമലൈസ്ഡ് പ്രൊസീജിയേഴ്സ് ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ പ്രോസ്പെക്ടസ് ക്ലോസ് 9.4.1i 9.4.4i എന്ന ആ ഒരു ക്ലോസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടു ഗെറ്റ് ദ നോർമലൈസ്ഡ് സ്കോർ ഓഫ് ദ കാൻഡിഡേറ്റ് ഈസ് ഇൻ ദ എൻട്രൻസ് എക്സാമിനേഷൻ കൺസേൺഡ് ദ റാങ്ക് ലിസ്റ്റ് ഫോർ എഞ്ചിനീയറിംഗ് കോഴ്സ് ഷാൽ പ്രിപ്പയർ ദ ഗിവൺ ഈക്വൽ വെയിറ്റേജ്. അതായത് 50-50 അനുപാതത്തിൽ നിങ്ങളുടെ ഈ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ആ ഒരു പരീക്ഷയുടെ മാർക്കും അതുപോലെ +2വിൻ്റെ മാർക്കും 50-50 അനുപാതത്തിൽ എടുത്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക. അതുപോലെ തന്നെ അതായത് ഫൈനൽ ഇയറിലെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കാണ് ഇതിനായിട്ട് പരിഗണിക്കപ്പെടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു അതായത് നിങ്ങളുടെ സ്കോർ ഈ ഒരു എന്തെങ്കിലും റീസൺ കൊണ്ട് അത് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് റീസൺ എന്നുള്ളത് നിങ്ങളുടെ മെമ്മോ ഡീറ്റെയിൽസിൽ അതായത് പ്രൊഫൈലുള്ള മെമ്മോ ഡീറ്റെയിൽസിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഫാർമസിയുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് വിദ്യാർത്ഥികളുടെ ഈ ഒരു ഫാർമസി എക്സാമിൻ്റെ ആ ഒരു സ്കോർ അനുസരിച്ച് കൊണ്ടാണ്. അപ്പോൾ ഫാർമസി എക്സാമിനേഷനിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ലഭിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് കൊണ്ടാണ് ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഫാർമസി എക്സാമിനേഷൻ്റെ ആ ഒരു ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് പരിഗണിക്കുന്നതല്ല, യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് മാത്രമായിട്ടാണ് +2വിൻ്റെ ആ ഒരു മാർക്ക് ഈ ഒരു ഫാർമസിക്ക് പരിഗണിക്കുന്നത്. ഫാർമസിയുടേത് റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ കീമിൻ്റെ ആ ഒരു ഫാർമസി എക്സാമിനേഷൻ്റെ ആ ഒരു മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഫാർമസി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ +2വിൻ്റെ റിസൾട്ട് വന്ന ശേഷം നിങ്ങളുടെ +2വിൻ്റെ സ്കോർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ടുള്ള ആ ഒരു അവസരം നിങ്ങൾക്ക് ആ ഒരു സംവിധാനം നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ലഭ്യമാകും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ
അങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്കാണ് നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ ഈ വർഷം ഈ ഒരു +2 പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരികയും അത് നിങ്ങൾ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള മാർക്ക് കൺഫേം ചെയ്യുകയും ചെയ്യണം. ഈ വർഷം +2 പരീക്ഷ എഴുതാതെ മുൻ വർഷങ്ങളിൽ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു +2ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു സമയത്ത് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു +2ൻ്റെ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതും ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.